ഇത് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിട്ട് കുറച്ച് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പം ഇതിലൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് ഞാൻ മൺചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത്. മൺചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സിമ്മിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിലേക്ക് പിന്നെ കുറച്ച് വലിയ ഉള്ളിയും വലിയ ജീരകം പാടെ ചായച്ചിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളിയും ചായച്ചിട്ടിട്ട്, ഇനി നമുക്ക് കുരുമുളകും ചെറിയ ഉള്ളിയും പാടെ ചായച്ചിട്ടിടുന്നത്. കുരുമുളകിൻ്റെ പൊടി ഇട്ടാലും മതി, ഇതിൻ്റെ പൊടിയില്ല. അപ്പം എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടത്തിൽ ചായച്ചത്. ഇതെല്ലാം പാടിട്ട് നല്ലപോലെ പച്ചമണം മാറിയിട്ട് ഗോൾഡൻ കളറാവുന്ന വരെ വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്. ഇത് വലിയൊരു തക്കാളിയാണ്. തക്കാളി ഇട്ട് നല്ലപോലെ ഇനി അത് വഴന്ന് കിട്ടണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മീൻ ഞാൻ ചാറ് വെക്കുന്നുണ്ട്, കുറച്ച് മീൻ പൊരിക്കാർത്തിക്കണം. അപ്പം മീനിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ചൊരു ഉലുവാപ്പൊടി വറുത്ത് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ച് വെക്കുക. നമ്മൾ നാടൻ മത്തിയിൽ ഒരുപാട് ഇഞ്ചി മസാല ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ്. മത്തി മസാല തേക്കുമ്പോൾ ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ട് നോക്കി, നല്ല ടേസ്റ്റാണ്. ഇനി അതോടെ ഞാൻ മാറ്റി ഒക്കെ കുഴച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ മസാലയൊക്കെ പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി നമ്മൾ മീൻ ചാറാകുമ്പോൾ തന്നെ നല്ലൊരു ഓറഞ്ച് കളർ പോലത്തെ ഒരു കളർ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണയിൽ മുളക് പൊടി ഇട്ടാൽ മതി. ഇതൊക്കെ ഒരു ടിപ്പാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടാ. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് ഇടാം. പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം ഇതാ ഞാൻ അതിലേക്ക് നമ്മൾ നേരാക്കി വെച്ച മത്തി, പകുതി മത്തി, ഞാൻ 1 കിലോ മത്തിയാണ്. അപ്പോൾ അതിൽ പകുതി ചാറ് വെക്കാൻ എടുത്തിട്ടുണ്ട്, പകുതിയാണ് പൊരിക്കാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ ഈ മത്തി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അതേപോലെ വെക്കുക. അപ്പോൾ ഈ മത്തിയിലേക്ക് നല്ലപോലെ ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ കറിക്ക്. ഇത് വെച്ചോടുമ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പുളിവെള്ളം ഒഴിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങയല്ല അരയ്ക്കുന്നത്, തേങ്ങാപ്പാലാണ്. 1 മുറി തേങ്ങൻ്റെ പാല് ഒന്ന് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തതാണ്. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പോ പുളിയോ മുളകൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ലാസ്റ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് നടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റുക. ആ സമയം കൊണ്ട് നമുക്കത് മത്തി ഒന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ആദ്യം കുറച്ച് പൊരിച്ചിട്ടാണ്, അപ്പോഴേക്കും അത് വീഡിയോയിലൊന്നും പെട്ടില്ല. അപ്പോൾ പിന്നെ 2ാം പ്രാവശ്യം ഞാനൊന്ന് പൊരിച്ചതാണത്. നല്ല നെയ്പ്പുള്ള മത്തിയാണ്. നാടൻ മത്തിയൊക്കെ എപ്പോഴെങ്കിലും കിട്ടില്ല, ഇപ്പോഴൊന്നും ഇങ്ങനത്തെ നല്ല മത്തി കിട്ടലില്ല. അപ്പോൾ അതാണ് മീനൊക്കെ ഞാൻ ചാറ് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, അടുപ്പത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ 2 മിനിറ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം പിന്നെ ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇനി ഇത് എല്ലാ കറിയിലും ഇടുമ്പോൾ തന്നെ സാധാരണ ഒരു താളിപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവട്ട്, ചെറിയ ഉള്ളി, കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഗോൾഡൻ കളർ ആയതിനു ശേഷം ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയല്ലേ ചാറിലിട്ടിട്ടുള്ളൂ. അപ്പോൾ ചാറിന് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി എണ്ണയിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും എണ്ണയിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി. തന്നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെ കൊണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു. അസ്സലാമു അലൈക്കും. ബൈ. വീഡിയോ എല്ലാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയറും കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്.